അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടും പിറുപിറുത്തുകൊണ്ടുമല്ല ആ ഉമ്മ അത് ചെയ്തത്. ഒരു കുട്ടിയെയാണ് ഞാൻ വളർത്തുന്നത് എന്നൊരു പക്ഷേ ആ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ പറ്റി ഒരു കഥ വായിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഉമ്മയെക്കുറിച്ച് പറയാണ്. എൻ്റെ ഉമ്മ പ്രഭാത സമയത്ത് നേരത്തെ എന്നെ വിളിച്ചുണർത്തും. എനിക്ക് തണുപ്പുള്ള ദിവസങ്ങളിൽ ചുടുവെള്ളം ഉണ്ടാക്കി തരും. എന്നെ നല്ല വസ്ത്രങ്ങൾ അണിയിപ്പിക്കും. എന്നിട്ട് പള്ളിയിലേക്ക് ആ ഇരുട്ടുള്ള സമയത്ത്, ആ തണുപ്പുള്ള രാത്രിയിൽ നേരത്തെ സുബഹിന് മുമ്പ് തന്നെ എന്നെ ഉമ്മ പള്ളിയിൽ കൊണ്ടുപോയാക്കും. നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. കുട്ടിയെ ഒറ്റയ്ക്ക് രാത്രി ഇരുട്ടുള്ള സമയത്ത് വിടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ അങ്ങോട്ട് കൊണ്ടുപോകണതെന്ന്. അപ്പോൾ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അഹ്മദ് ബിൻ ഹംബൽ എന്ന ഒരു വലിയ മനുഷ്യൻ, ലോകത്തിന് വെളിച്ചം നൽകിയ, ഒരുപാട് ഹദീസുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത, ഇസ്ലാമിന് വലിയ സേവനം ചെയ്തൊരു മനുഷ്യനെയാണ്, ഒരു കുട്ടിയെയാണ് ഞാൻ വളർത്തുന്നത് എന്നൊരു പക്ഷേ ആ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ ഉമ്മ ഇതൊക്കെ ഒരു ഇടങ്ങേറാണ്, കുട്ടീനെ നേരത്തെ കൊണ്ടാക്കൽ ഒരു ബുദ്ധിമുട്ടാണ്, രാവിലെ നേരത്തെ എണീക്കണം, ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കണം, ഇതൊക്കെ ഒരു പ്രയാസമാണ്, അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടും പിറുപിറുത്തുകൊണ്ടുമല്ല ആ ഉമ്മ അത് ചെയ്തത്. അത് സന്തോഷത്തോടെ ദൂരം നടക്കണം, ഇരുട്ടത്ത് പോകണം എന്നതൊക്കെ ഇഷ്ടത്തോടു കൂടിയാണ് ആ ഉമ്മ ചെയ്തതെങ്കിൽ ആ ഉമ്മക്ക് കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്. ഈ മകൻ ചെയ്ത സേവനങ്ങളുടെ ഒക്കെ ഉന്നതമായ പ്രതിഫലമാണ് ആ ഉമ്മക്ക് കിട്ടാൻ പോണത്. മദ്രസയിലേക്കൊക്കെ കുട്ടികളെ എണീപ്പിക്കുക എന്ന് പറഞ്ഞത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. രാവിലെ കുട്ടികളെ, പ്രത്യേകിച്ച് ഈ തണുപ്പ് കൂടുതലുള്ള സമയത്ത് കുട്ടികൾ എണീറ്റ് കിട്ടാൻ പ്രയാസമാണ്. ബാത്റൂമിൽ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ പ്രയാസമാണ്. ഈ പ്രയാസങ്ങളെയൊക്കെ നമ്മൾ അസ്വസ്ഥതയോടുകൂടിയല്ല കാണേണ്ടത്, മറിച്ച് ഇതൊക്കെ എനിക്ക് പ്രതിഫലമായി തിരിച്ചു കിട്ടും എന്നൊരു വലിയ മനസ്സോടുകൂടിയാണ് നമ്മളിതൊക്കെ കാണേണ്ടത്. ഇതിൽ ശരിക്കും നമ്മൾ ഈ പൊതുവെ അയിമ്മത്തിൻ്റെ പലരുടെയും ഉമ്മമാരെടുക്കുമ്പോൾ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഇമാം ഷാഫി റഹ്മഹുല്ല, അദ്ദേഹം അനാഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇറാഖിൽ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ടാണ് മക്കയിൽ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ അദ്ദേഹത്തെ ഹൽക്കയിൽ ചേർക്കുന്നതും അവിടെ കാത്തിരിക്കുന്നതും അവിടുന്ന് കിട്ടുന്ന ഹദിയ സ്വതക്ക ഒക്കെ സ്വീകരിച്ച് അതിൽ നിന്ന് വിശപ്പടക്കി സ്വന്തം കുഞ്ഞിനെ വളർത്തുന്നതുമൊക്കെ. അപ്പം മക്കളെ സംബന്ധിച്ച് പൊതുവേ പാരൻസിന് ഡ്രീം ഉണ്ടാവും, അവൻ എൻജിനീയർ ആകണം, അവൻ ഡോക്ടർ ആകണം, അവന് നല്ല ജോലി കിട്ടണം എന്നൊക്കെ പൊതുവേ ഡ്രീം ഉണ്ടാകും. പക്ഷെ ഒരു ഇമാം അഹ്മദ് ആകണോ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി ആകണോ ഒക്കെ ഞങ്ങളൊന്നിച്ച് ഉംറക്ക് പോയ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾക്കൊരു ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പറഞ്ഞു മൂപ്പരുടെ. അപ്പം എനിക്ക് അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ തോന്നി. ഞങ്ങൾ ഒന്നിച്ച് പിന്നെ വളരെ ദീർഘകാലം ഒന്നിച്ച് ജീവിച്ച ആളുകൾ, നമ്മൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഉംറക്ക് ഒന്നിച്ച് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണം തോന്നിയപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണത്. ഏത്, അപ്പം നമുക്ക് ഓരോരുത്തർക്കും തോന്നേണ്ടതാണ് നമ്മളെ മക്കൾ അവരവരുടെ റിസ്ക്കും സംഗതിയൊക്കെ സേഫാകണം, പക്ഷേ അവർ ദീനിൻ്റെ സേവകരും സമൂഹത്തിൻ്റെ കാവൽക്കാരും ഒക്കെയായി നിൽക്കുന്ന, കുടുംബത്തിന് ഉപകാരപ്പെടുന്ന, മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ആളുകളാകണം എന്നുള്ളത് ഉള്ളിൽ ജ്വലിക്കുന്ന പിന്നെ എന്താ പറയുക ആഗ്രഹമായി അഭിലാഷമായി ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയും പ്രവർത്തനമൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കാണണപ്പോൾ അതോടെ പറഞ്ഞ പോലെ ഇപ്പോൾ സുബഹിക്ക് ശരിക്ക് വീട്ടിൽ ഇപ്പോൾ 2-3 പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പള്ളിൻ്റെ ഓപ്ഷനേ അല്ല, പൊതുവേ ഓപ്ഷനില്ല. യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകേണ്ടതാണ്, കൊണ്ടുപോകേണ്ടതാണ്. നമ്മളൊരു വണ്ടിയൊക്കെ എടുത്ത് വീട്ടിൽ കാറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ കൊണ്ടുപോയാൽ അവരങ്ങനെ ശീലിച്ചു വന്നോളൂ. ഇനിയില്ലെങ്കിലും വീട്ടിൽ പൊതുവെ 5 സ്ത്രീകളുണ്ടെങ്കിൽ 5 സ്ഥലത്ത് 5 മുസല്ലയിൽ 5 നിസ്കരിക്കുക. എങ്ങനെ തിരുത്തിയാലും അതൊന്നും തിരുത്തപ്പെട്ട് ആകണില്ല. ഭയങ്കര ഇസ്ലാമികമായ കുടുംബങ്ങളിൽ പോലും സ്ത്രീകൾക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവുക. ആ തണുപ്പത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫറലുള്ളതുകൊണ്ട്, ജമാഅത്തിൻ്റെ ഫറലുള്ളതുകൊണ്ട് ഒരു ടൈമുണ്ട്. അതുകൊണ്ട് പൊതുവെ പടഞ്ഞെണീക്കും. മറ്റേത് ഭർത്താവൊക്കെ പോകും, എന്നിട്ട് പിന്നെ അങ്ങനെ ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയണത്, അങ്ങനത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. അങ്ങനെയാണോ എന്ന് നമ്മൾ ആലോചിക്കണം. മക്കളെയൊക്കെ കൂട്ടി ഒന്നിച്ച് നിസ്കരിക്കണൊരു സംസ്കാരം, വീട്ടിലെ സ്ത്രീകളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് എത്തുന്ന ഒരു സംസ്കാരം, വീട്ടിൽ ടോട്ടൽ എല്ലാവർക്കും നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ 20 മിനിറ്റ് ആണെങ്കിൽ നമ്മളെ വീട്ടിലും 20 മിനിറ്റിനുള്ളിൽ ജമാഅത്തുണ്ട്. ചില ഉമ്മാരൊക്കെ ഉണ്ടാകും, അവർക്ക് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാകും. എന്നിട്ട് ഓലവിടെ നിസ്കരിച്ച് ഓലവിടെ ഓതിപ്പാടി അങ്ങനെ ഇരിക്കും. നല്ല കാര്യം.
പക്ഷേ വീട്ടിലെ റൂമുകളിലൊക്കെ പലരും ഉണ്ട്, ഓൽക്കാർക്കും ഈ പറഞ്ഞ പോലെ ടൈമിങ്ങോ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു അസ്ലാണ്. നമ്മൾ അടിസ്ഥാനപരമായി തിരുത്തേണ്ട, ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ തിരുത്താതെ, ബോധ്യപ്പെടുത്താതെ, തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതെ അവർ വരുന്നുണ്ടോ എന്നുള്ള വേറെ കാര്യമാണ്. അതൊരിക്കലും ഒരു ചൂടാകലല്ല. ഒന്നിച്ചിരുന്നൊരു പ്ലാൻ ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ചെയ്യല്ലേ എന്ന് ചോദിച്ച് അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോകുക എന്നുള്ളത് പ്രധാനമാണ്. ഈ ചെറിയ കുട്ടികളുള്ള സ്ത്രീകളൊക്കെ പൊതുവെ ഉണ്ടാകും, അവർക്ക് കുറേ ലിമിറ്റേഷനുകളുണ്ട്. പക്ഷേ ആ ലിമിറ്റേഷനുകളുടെ ഉള്ളിൽ നിന്ന് അവർ പ്ലാൻ ചെയ്യണം. ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാൻ ചെയ്യുമ്പോൾ പഠിച്ചോൻ സഹായിക്കുകയും ചെയ്യും, വലിയ നിലക്ക് അതിന് ഇരട്ടി പ്രതിഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതും കൂടി ഇതിൽ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. ഈ പള്ളിയിൽ ക്ലാസ് കേൾക്കാൻ, അവിടെ പോയി ഹിഫ്ള് പഠിക്കാൻ ഒക്കെ ആ ഉമ്മ കുട്ടിയെ പ്രത്യേകം സജ്ജനാക്കി അതിനനുകൂലമായ ഉളു എടുക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള ചൂടുവെള്ളം കൊടുത്ത് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിലൊരു അസ്വസ്ഥത കാണിച്ച് അത് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പിന്നീട് അത് ഓർക്കുകയാണ്, എൻ്റെ അമ്മ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനെയാണ് ഞാൻ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ആ മകൻ പിന്നീട് ഓർക്കുകയാണ്. അപ്പോൾ നമ്മളും മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ മതവിദ്യാഭ്യാസം അത് നമുക്ക് വളരെ താല്പര്യമുള്ളതാണെന്നുള്ളത് മക്കൾക്ക് കൂടി ബോധ്യപ്പെടുക എന്നുള്ളത് ഇതിൽ ആവശ്യമാണ്. അതിങ്ങനെ ഒരു മദ്രസ എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് പോയി വന്നാൽ പിറ്റേന്ന് മദ്രസയിൽ പോകേണ്ടതില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകുക. ഉമ്മ തന്നെ മദ്രസയിൽ പോകേണ്ട ദിവസം എണീക്കാൻ വൈകുക, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നാളെ മദ്രസ പോകണ്ടല്ലേ എന്ന് പറയാം. അല്ലെങ്കിൽ മക്കളൊരു ചെറിയ മടി പറയുമ്പോഴേക്ക് മദ്രസയുടെ കാര്യം അനുവദിച്ചു കൊടുക്കുക. ഓൺലൈൻ മദ്രസയുടെ ടൈമിൽ പലപ്പോഴും നമ്മുടെ ഇത് യാത്ര വരിക. അങ്ങനെ മദ്രസ പഠനത്തെ ഒരു അലസമായി കാണുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് മക്കൾക്കും അതൊരു വലിയ ഗൗരവമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അത് വലിയ താല്പര്യത്തിൽ ഉമ്മാക്കുപ്പാക്കൊക്കെ അത് നഷ്ടപ്പെട്ട വലിയ പ്രശ്നമാണ്. അത് വലിയ താല്പര്യം ഓൽക്കുണ്ട് എന്ന തോന്നലാണ് ശരിക്കും കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്.